എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ വലിയ ആവേശത്തിലേക്ക് കടക്കുകയാണ്. ആറ്റിങ്ങലിൽ ഇന്ന് ഒരു പടി കടന്ന് തിരഞ്ഞെടുപ്പ് പര്യടന പരിപാടികൾ ആരംഭിക്കുകയാണ്. എം.എ. ബേബി, പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബിയാണ് പര്യടന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത്. ഈ രാവിലെ തന്നെ ഇവിടെ ഭയങ്കര ആവേശത്തിൽ ആളുകളൊക്കെ എത്തിയിരിക്കുന്നു. പ്രചാരണ വാഹനങ്ങൾ ഒക്കെ ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്കാണ് ആറ്റിങ്ങൽ LDF സ്ഥാനാർത്ഥി കടക്കാൻ പോകുന്നത്. അദ്ദേഹം തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോഴൊരു പുതിയ ഘട്ടത്തിലേക്ക് അതിൻ്റെ വലിയ ആവേശത്തിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. എങ്ങനെയാണ് നിലവിലുള്ള ഈ പ്രചാരണത്തിലുള്ള ആത്മവിശ്വാസം? തെരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് ഒരു മാസത്തോളം ഇല്ല. അപ്പോൾ ഇന്നു മുതൽ ഞങ്ങൾ വാഹനത്തിലുള്ള പൊതു പ്രചാരണ പരിപാടി ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലാണ് ഈ പര്യടന പരിപാടി ആരംഭിക്കുന്നത്. എല്ലാ പ്രദേശങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ജനങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുന്ന ഏറ്റവും അവസാനത്തെ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രചാരണ പരിപാടിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ നടത്തി വരികയാണ്. ഇപ്പോൾ ഇന്നലെ ആറ്റിങ്ങലിൽ BJP മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ BJP വിട്ട് CPM-മായി വി ജോയിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ വളരെ സന്തോഷമാണ്. അതുകൂടിയാണ് പാർട്ടി വിടാൻ കാരണമെന്നാണ് അവരൊക്കെ പറയുന്നുണ്ടായിരുന്നത്. തങ്കരാജ് ഉൾപ്പെടെയുള്ളവർ അങ്ങനെയാണ് വ്യക്തമാക്കിയത്. അപ്പോൾ അത് നൽകുന്ന ആവേശം കൂടിയുണ്ടല്ലോ. ഈ മറ്റു പാർട്ടികളിൽ നിന്ന് LDF-ന് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമുണ്ട്. ഞാൻ ചെറിയ പ്രായം മുതൽ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച സ്ഥലമാണ് ആറ്റിങ്ങലും ചെറിയൻകീഴും എല്ലാം. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പൊതുവെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നവരും വളരെ സംതൃപ്തരാണ്. മാന്യമായിട്ടേ നമ്മൾ ഇടപെടാറുള്ളൂ. പൊതുവായ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടാറുണ്ട്. മോശപ്പെട്ട കാര്യങ്ങൾ, അഴിമതി അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു കാരണവശാലും പെടില്ല. അത്തരം ചില കാര്യങ്ങൾ അപ്പുറത്ത് നിൽക്കുന്നവരെയും നമ്മളോടൊപ്പം ആകർഷിക്കുന്നതിന് പര്യാപ്തമാണ്. സ്വാഭാവികമായി ഇപ്പോൾ ഈ എൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷം ഈ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് ഏതാണ്ട് ഒരു 500ഓളം വരുന്ന BJP കോൺഗ്രസ് പ്രവർത്തകർ, അതിൽ കൗൺസിലർമാരുണ്ട്, പ്രധാനപ്പെട്ട ജില്ലാ സംസ്ഥാന ഭാരവാഹികളുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം അവരുടെ ആ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് CPM-നോടൊപ്പം LDF-നോടൊപ്പം വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനിയും തുടരും. ഇനിയും നമ്മൾ പര്യടന വേളയിൽ തന്നെ നിരവധി ആളുകൾ നമ്മളെ മാലയിട്ട് സ്വീകരിക്കാനും നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് വരാനുമെല്ലാം ഈ മണ്ഡലത്തിനകത്ത് ഇപ്പോൾ തന്നെ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അതൊരു 10,000 ആളുകൾ മറ്റു പാർട്ടികളിൽ നിന്ന് നമ്മളിലേക്ക് വരുന്നു എന്നുള്ളത് ഒരു ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും കാവ്യ, ഈ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി വി ജോയി ഉള്ളത്. മറ്റ് മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പര്യടനവും പ്രചാരണവും ഒക്കെ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. LDF, UDF, NDA സ്ഥാനാർത്ഥികളുടെ പര്യടനം സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ ഇന്ന് ONV കുറുപ്പിൻ്റെ വീട് അല്പസമയത്തിനകം സന്ദർശിക്കും. ഒപ്പം തന്നെ ഈ മറ്റ് കോളേജുകൾ, ലോ കോളേജിലും അങ്ങനെയുള്ള കോളേജുകളിൽ ഒക്കെ എത്തി വിദ്യാർത്ഥികളോട് വോട്ടഭ്യർത്ഥിക്കുന്ന ആ രീതിയിലുള്ള പ്രചാരണമാണ് ഇന്ന് നടക്കുക. എന്തായാലും ഇപ്പോൾ ആറ്റിങ്ങലിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടം എന്ന് തന്നെ പറയാം. അതാണ് ഈ മണ്ഡല പര്യടനം എന്ന് പറയുന്നത്. വാഹനത്തിൽ എല്ലാ മേഖലകളിലേക്കും എത്തി വോട്ടർമാരെ നേരിൽ കാണുന്ന ഒരു പര്യടന രീതിയാണ് ഇനി ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സ്വീകരിക്കുക. അതുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് അല്പസമയത്തിനകം എം.എ. ബേബി ഈ പര്യടന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് അതിന് ഉദ്ഘാടനം നടത്തും. എം.എ. ബേബി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മണ്ഡല പര്യടനം ആരംഭിക്കും. കാവ്യ.